nth ടേം എന്നാം പദം അതേപോലെ തന്നെ n ടേംസിൻ്റെ സമ്മ് ഇവരുടെ തുകയുടെ ബീജഗണിത രൂപം. ഈ ആൾക്കാർ രണ്ട് തരത്തിലാണ് ബീജഗണിത രൂപം സമാന്തര ശ്രേണിയിൽ അല്ലെങ്കിൽ അരിത്തമെറ്റിക് പ്രോഗ്രഷനിൽ ഉണ്ടാവുക. ഒന്ന് സാധാരണ nth ടേം ആണെന്നുണ്ടെങ്കിൽ nth ടേം അതിൻ്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെ കാണാൻ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് xn = dn + f - d. xn = dn + f - d. അതിൽ d എന്ന് പറഞ്ഞാൽ കോമൺ ഡിഫറൻസ്, അതായത് പൊതുവ്യത്യാസം. f - d എന്ന് പറയുമ്പോൾ ഫസ്റ്റത്തെ ടേമിൽ നിന്ന് അവിടുത്തെ കോമൺ ഡിഫറൻസ് മൈനസ് ചെയ്ത് കിട്ടുന്നത്. സോ ജസ്റ്റ് ഇവിടെ എഴുതി കൊടുത്താൽ നമുക്ക് എന്ത് കിട്ടും? ഓൾജിബ്രിക് ഫോം കിട്ടും. എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റത്തെ ടേം 6 ആണ്, കോമൺ ഡിഫറൻസ് 4 ആണെന്നുണ്ടെങ്കിൽ nth ടേം xn = dn + f - d. d എന്ന് പറഞ്ഞാൽ ആരാണ്? 4 ആണ്. അപ്പോൾ 4n + 6 എന്ന് പറയുന്നതാണ് f എന്ന് പറയുന്നത്. അപ്പോൾ 6 - 4 എന്ന് വരുന്നു. ആ 6 എന്ന് 4 കുറച്ചാൽ എന്ത് കിട്ടുന്നു? 2 കിട്ടുന്നു. സോ 4n + 2 എന്ന് കിട്ടുന്നു. ഇതാണ് nth ടേമിൻ്റെ ഓൾജിബ്രിക് ഫോം കണ്ടെത്തുന്ന രീതി എന്ന് പറയുന്നത്. ഇനി ഈ nth ടേമിൻ്റെ ഓൾജിബ്രിക് ഫോം കിട്ടിയാൽ ഇതിന്ന് എങ്ങനെ ഫസ്റ്റത്തെ ടേമും കോമൺ ഡിഫറൻസ് കാണാമെന്നുള്ളതാണ് ഈ പറയുന്നത്. nth ടേമിൻ്റെ ഓൾജിബ്രിക് ഫോമിൻ്റെ രൂപം എന്ന് പറയുന്നത് ഒരു an + b എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും ഉണ്ടാവുക. an + b എന്ന് പറയുന്ന ഫോമിലായിരിക്കും nth ടേമിൻ്റെ ഓൾജിബ്രിക് ഫോം ഉണ്ടാവുക. അതിൽ എയും ബിയും മാത്രം മതി ഡിയും എഫും കാണാൻ. ഈ ഡി എന്ന് പറയുന്നത് കോമൺ ഡിഫറൻസ് പറയുന്നത് ജസ്റ്റ് ഇവിടെ നോക്കിക്കേ, എന്നിൻ്റെ കൂടെ ഉള്ളതാണ് ആ ഒരു കോമൺ ഡിഫറൻസ്. അപ്പോൾ എന്നിൻ്റെ കൂടെ ഇവിടെ എന്താണ്? എ ആണുള്ളത്. അപ്പോൾ കോമൺ ഡിഫറൻസ് ആരാണ്? എ. അതായത് പൊതുവ്യത്യാസം കിട്ടാൻ എന്നിൻ്റെ കൂടെ എന്താണോ ഉള്ളത് അത് ജസ്റ്റ് എടുത്ത് എഴുതിയാൽ മാത്രം മതി. ഓക്കെ. ഇനി ആദ്യ പദം കിട്ടാൻ എഫ് എന്ന് പറയുന്നത് ഒന്നാം പദം, എഫ് എന്ന് ഫസ്റ്റ് ടേം ആദ്യ പദം, ഇത് കിട്ടാൻ വേണ്ടി ചെയ്യേണ്ടത് ജസ്റ്റ് ഈ കാണുന്ന എയും ബിയും കൂടി ജസ്റ്റ് കൂട്ടുക. a + b ചെയ്താൽ മതി, നിങ്ങൾക്ക് ഫസ്റ്റത്തെ ടേം കിട്ടും. ഇതാണ് കോൺസെപ്റ്റ്. അപ്പോൾ ഒരു എക്സാമ്പിൾ ഇവിടെ പറയുകയാണെന്നുണ്ടെങ്കിൽ xn = 2n + 3 ആണ്. ഫസ്റ്റത്തെ ടേം ആരാ? കോമൺ ഡിഫറൻസ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റത്തെ ടേം എന്ന് പറഞ്ഞാൽ ഈ എയും ബിയും കൂടി കൂട്ടിയതാണ്. ഇവിടെ ആരാണ്? എ ആരാ? 2 ആണ്. ബി ആരാ? 3 ആണ്. 2ഉം 3ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ 5 എന്ന് കൂട്ടും ഫസ്റ്റത്തെ ടേം. ഇനി കോമൺ ഡിഫറൻസ് ആരാ ചോദിച്ചു കഴിഞ്ഞാൽ എന്നിൻ്റെ കൂടെയുള്ള നമ്പർ എന്താണ്? 2 ആണ്. സോ എന്നിൻ്റെ കൂടെ നമ്പർ 2 ആണ് കോമൺ ഡിഫറൻസ്. ഇതാണ് nth ടേമിലുള്ള, അതായത് എന്നാം പദത്തിൻ്റെ ബീജഗണിത രൂപം തന്നാൽ അല്ലെങ്കിൽ nth ടേമിൻ്റെ ഓൾജിബ്രിക് ഫോം തന്നാൽ ഫസ്റ്റ് ടേമും കോമൺ ഡിഫറൻസ് കാണുന്ന രീതി, അതേപോലെ ഫസ്റ്റത്തെ ടേമും കോമൺ ഡിഫറൻസ് ഉപയോഗിച്ച് nth ടേം കാണാവുന്ന രീതി. ഒരു എക്സാമ്പിൾസാണ് ഈ കാണുന്നത്. ഇതേപോലെ സം ഓഫ് n ടേംസ് അതിൻ്റെ ഓൾജിബ്രിക് ഫോം എങ്ങനെ കാണാം, അല്ലെങ്കിൽ തുകയുടെ ബീജഗണിത രൂപം, അതായത് സംബന്ധിച്ച തുക അതിൻ്റെ ബീജഗണിത രൂപമാണ് ഈ ഓൾജിബ്രിക് ഫോം എന്ന് പറയുന്നത്. എങ്ങനെ അത് കണ്ടുപിടിക്കാം? അതിന് വേണ്ടിയിട്ട് ഫസ്റ്റ് എങ്ങനെയാണ് തുകയുടെ ബീജഗണിത രൂപം ഉണ്ടാവുക വെച്ച് കഴിഞ്ഞാൽ a × n² + b × n എന്ന് പറയുന്ന രൂപത്തിലായിരിക്കും. നേരത്തെ എഴുതിയ സമയത്ത് ശ്രദ്ധിക്കണം, n എന്നുണ്ടാവും, പിന്നെ b മാത്രം സെപ്പറേറ്റ് ആയിരിക്കും. എന്ന് വെച്ചാൽ അവിടെ എന്തുണ്ടാവില്ല? n എന്ന് പറയുന്ന വേരിയബിളിന് കാണൂല. എന്നാൽ ഇവിടെ എന്താണ്? n² ഉണ്ടാവും, n ഉണ്ടാവും. ഈ രൂപത്തിലുള്ളതാണ് തുക, സം എന്ന് പറയുന്നത്. അതിൽ ആ എയും ബിയും രണ്ട് നമ്പേഴ്സ് ഉണ്ടല്ലോ, ആ രണ്ടും കൂടി കൂട്ടിയതാണ് ആദ്യ പദം ഫസ്റ്റ് ടേം എഫ് എന്ന് പറയുന്നത്. എന്നുവെച്ചാൽ ഇവിടെ എഴുതി അതേപോലെ തന്നെ ഫസ്റ്റ് ടേം a + b ആണ്, ഇവിടെ ഫസ്റ്റ് ടേം ആരാണ്? a + b ആണ്. ഇനി എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ കോമൺ ഡിഫറൻസ് എ ആണെങ്കിൽ ഇവിടെ കോമൺ ഡിഫറൻസ് എ അല്ല, എൻ്റെ ഇരട്ടിയാണ് കോമൺ ഡിഫറൻസ് വരിക. അതായത് ഇവിടെ 3 ആണെങ്കിൽ 3ൻ്റെ ഇരട്ടി എന്താ? 6 എന്നാണ് കോമൺ ഡിഫറൻസ് വരിക. പൊതുവ്യത്യാസം കിട്ടണമെങ്കിൽ n² കൂടെയുള്ള നമ്പർ എന്താണോ അതിൻ്റെ ഇരട്ടി എടുത്താൽ മതി, കോമൺ ഡിഫറൻസ് കിട്ടും. അപ്പോൾ അവിടെ നോക്കിക്കാൻ ഒരു എക്സാമ്പിൾ ഇതാ, xn = 2n + 3n ആണെങ്കിൽ ഫസ്റ്റത്തെ ടേം ആരാ? കോമൺ ഡിഫറൻസ് ആരാ? ഫസ്റ്റത്തെ ടേം കിട്ടണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ കാണുന്ന രണ്ട് നമ്പേഴ്സും കൂടി കൂട്ടിയാൽ മതി. 2ഉം 3ഉം കൂടി കൂട്ടി കഴിഞ്ഞാൽ എന്ത് കിട്ടുന്നു? 5 കിട്ടുന്നു. ഇനി കോമൺ ഡിഫറൻസ് അഥവാ പൊതുവ്യത്യാസം കിട്ടണമെങ്കിൽ ഇവിടെ ഈ 2 കണ്ടോ, ആ 2ൻ്റെ ഇരട്ടി എടുക്കണം. 2ൻ്റെ ഇരട്ടി എത്ര? 4 പൊതുവ്യത്യാസം. അപ്പോൾ ശ്രേണി എന്തായിരിക്കും വരിക? 5ലാണ് തുടങ്ങുക, 4 കൂട്ടി 5ൻ്റെ കൂടെ 4 കൂട്ടി 9, 9ൻ്റെ കൂടെ 4 കൂട്ടി 13. ഇതാണ് ശ്രേണി. എന്നാൽ തൊട്ട് മുമ്പ് കിട്ടിയിരിക്കുന്ന ഇവിടെ 5 ആണ് ആദ്യ പദം, പൊതുവ്യത്യാസം 2 ആണ്. അപ്പോൾ ശ്രേണി വരാം 5, 7, 9 ഇങ്ങനെയാണ് ശ്രേണി വരിക. ഇവിടെ കിട്ടുന്ന ശ്രേണി 5 പിന്നെ 4 കൂട്ടിയ 9, 5, 9 എക്സെട്ര ഇങ്ങനെയാണ് വരിക. അപ്പോൾ ആക്ച്വലി ഞാൻ ഇവിടെ ഉപയോഗിച്ച് 2, 3 ആണ്, ഇവിടെ ഉപയോഗിച്ച് 2, 3 ആണ്. എന്താ വ്യത്യാസം വന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് ടേം സെയിം ആണ്, മാറ്റമില്ല. പൊതുവ്യത്യാസം കോമൺ ഡിഫറൻസ് ഇവിടെ ആ കാണുന്ന 2 സെയിം അതേപോലെ എടുത്ത് എഴുതിയാൽ മതി. പക്ഷേ ഇവിടെ ആ 2ൻ്റെ ഇരട്ടി എടുക്കണം. 2ൻ്റെ ഇരട്ടി എന്താണ്? 4 എടുക്കണം. ഇതാണ് അതിൻ്റെ വ്യത്യാസം എന്ന് പറയുന്നത്. അപ്പോൾ ഇത് സമ്മിൻ്റെ ഓൾജിബ്ര, ഇത് nth ടേമിൻ്റെ ഓൾജിബ്ര, അതായത് എന്നാം പദം n പദങ്ങളുടെ തുക. ഇനി ഇതെങ്ങനെ ഈ n പദങ്ങളുടെ തുക കാണാനുള്ള ബീജഗണിത രൂപം എങ്ങനെ കണ്ടുപിടിക്കും, അതായത് SN എങ്ങനെ കാണും, അതിനുള്ള ഫോമുല നേരത്തെ പഠിച്ച അതേപോലെ തന്നെ ഇവിടെ dn ആണെങ്കിൽ ഇവിടെ d/2 n² എന്നാണ്.
നേരത്തെ എന്താണ് എന്നിൻ്റെ കൂടെ ഡി എൻ ആണെങ്കിൽ ഇവിടെ എന്താണ് എൻ സ്ക്വയറിൻ്റെ കൂടെ d/2 ആണ്. d/2 എന്താ കോമൺ ഡിഫറൻസിൻ്റെ ഹാഫ്, പൊതുവ്യത്യാസത്തിൻ്റെ പകുതി. കോമൺ ഡിഫറൻസ് എന്താണോ അതിൻ്റെ നേരെ പകുതി എടുത്തിട്ട് ആ പകുതിയാണ് ഇവിടെ എൻ സ്ക്വയറിൻ്റെ കൂടെ എഴുതി കൊടുക്കേണ്ടത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇവിടെ ഉള്ളത് എന്താണ് കോമൺ ഡിഫറൻസിൻ്റെ പകുതിയാണെങ്കിൽ ഇതിൻ്റെ ഇരട്ടി എടുത്താൽ കിട്ടുന്നതാണ് കോമൺ ഡിഫറൻസ്. അതുകൊണ്ടാണ് നമ്മൾ നേരെ എൻ്റെ ഇരട്ടി എടുത്തിട്ട് 2a എന്ന് എഴുതി കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ d/2 എൻ സ്ക്വയർ എന്നാണ്, അതായത് പൊതുവ്യത്യാസത്തിൻ്റെ പകുതിയാണ്, കോമൺ ഡിഫറൻസിൻ്റെ ഹാഫാണ്. അപ്പോൾ d/2 എൻ സ്ക്വയർ പ്ലസ് ശേഷം ഈ എഫ് എന്ന് പറയുന്ന ആദ്യ പദത്തിൽ നിന്ന് ഇവിടെ ഡി ആണ് കുറക്കണമെങ്കിൽ ഇവിടെ എഫ് എന്ന് കുറക്കുന്നത് ആരാണ്? ഈ d/2 കുറക്കുക, എന്നിട്ട് n ഇട്ട് കൊടുക്കുക. എഫ് എന്ന് d/2 കുറക്കുക, n ഇട്ട് കൊടുക്കുക. ഇത്രയുള്ള സംഭവം. അപ്പോൾ ജസ്റ്റ് ഒരു എക്സാമ്പിൾ നോക്കുക. ആദ്യ പദം 6, പൊതുവ്യത്യാസം 4 ആയിട്ടുള്ള ഫസ്റ്റ് ടേം 6ഉം കോമൺ ഡിഫറൻസ് 4 ആയിട്ടുള്ള ഒരു അരിത്തമെറ്റിക് സീക്വൻസിൻ്റെ സമ്മ് കാണാനുള്ള SN കാണാനുള്ള nth ടേമിൻ്റെ ഓൾജിബ്രിക് ഫോം കാണാൻ പറഞ്ഞാൽ d/2, അതായത് ഈ കാണുന്ന d എന്ന് പറയുന്ന പൊതുവ്യത്യാസത്തിൻ്റെ കോമൺ ഡിഫറൻസ് ആരാണ്? 4ആണ്. ആ 4ൻ്റെ നേരെ എന്തെടുക്കുക? പകുതി എടുക്കുക. 4ൻ്റെ പകുതി എന്താണ്? 2 എൻ സ്ക്വയർ ഇടുക. പിന്നെന്താണ്? എഫ് എന്ന് d/2 കുറക്കുക, അതായത് എഫ് എന്ന് പറഞ്ഞാൽ ആദ്യ പദമാണ് 6 ആണ്, 6 എന്ന് കുറക്കുക. ആരെ കുറക്കുക? d/2 എന്ന് പറഞ്ഞാൽ ഡീൻ്റെ പകുതിയാണ്, അത് 2 ആണ്, ആ 2 കുറക്കുക. ആ 6 2 വർഷം എത്രയും വരിക? 4 വരും. അപ്പോൾ 4n. ഓക്കെ, 4n ഇവിടെ 2n സ്ക്വയർ 2n സ്ക്വയർ പ്ലസ് 4n. ഇത് പിന്നെ ഇനി ഒന്നും ചെയ്യാനില്ല കേട്ടോ. ഇതാണ് ആൻസർ. ഇതാണ് SN കാണാനുള്ള nth ടേമിൻ്റെ സമ്മ് കാണാനുള്ള തുകയുടെ ബീജഗണിത രൂപം കാണാനുള്ള ഫോം എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ n സ്ക്വയറും n ഉണ്ടാവും, ഇവിടെ n നമ്പർ ഉണ്ടാവും. ഓക്കെ അല്ലേ?